വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. 2024 ഡിസംബർ മാസത്തിലെ ആനുകാലിക ചോദ്യങ്ങളാണ് ഈ വീഡിയോയിൽ ഉൾക്കൊള്ളിച്ചിട്ടുള്ളത്. PSC ബുള്ളറ്റിൽ നിന്ന് എടുത്തിട്ടുള്ളതാണ്. ഇനി വരുന്ന PSC പരീക്ഷകളിൽ ചോദിക്കാവുന്ന പ്രധാനപ്പെട്ട സമകാലിക ചോദ്യങ്ങളാണ് ഈ വീഡിയോയിലുള്ളത്. ആദ്യത്തെ ചോദ്യം: സംസ്ഥാന സർക്കാരിൻ്റെ പരമോന്നത ചലച്ചിത്ര ബഹുമതിയായ JC ഡാനിയേൽ പുരസ്കാരം സംവിധായകൻ ഷാജി N കരുണിന്. സംസ്ഥാന സർക്കാരിൻ്റെ പരമോന്നത ചലച്ചിത്ര ബഹുമതിയായ JC ഡാനിയേൽ പുരസ്കാരം ഷാജി N കരുണിന് ലഭിച്ചു. മലയാള ചലച്ചിത്ര രംഗത്തെ ആയുഷ്കാല സംഭാവനയ്ക്കാണ് 2023 പുരസ്കാരം അദ്ദേഹത്തിന് ലഭിച്ചത്. സംസ്ഥാന സർക്കാരിൻ്റെ പരമോന്നത ചലച്ചിത്ര ബഹുമതി JC ഡാനിയേൽ പുരസ്കാരം ലഭിച്ചത് ഷാജി N കരുൺ. അടുത്തത്: ഈ വർഷത്തെ IFIK ലൈഫ് ടൈം അച്ചീവ്മെൻറ്റ് പുരസ്കാരം ഹോങ്കോങ് സംവിധായികയും നടിയുമായ ആൻ ഹ്യൂയിക്ക്. ഈ വർഷത്തെ AFFK ലൈഫ് ടൈം അച്ചീവ്മെൻറ്റ് പുരസ്കാരം ഹോങ്കോങ് സംവിധായികയും നടിയുമായ ആൻ ഹ്യൂയിക്ക്. അടുത്തത്: കേരള അന്താരാഷ്ട്ര ചലച്ചിത്രമേളയുടെ സ്പിരിറ്റ് ഓഫ് സിനിമ പുരസ്കാരം ഓൾ വി ഇമാജിൻ ആസ് ലൈറ്റിൻ്റെ സംവിധായിക പായൽ കപാഡിയയ്ക്ക്. കേരള അന്താരാഷ്ട്ര ചലച്ചിത്രമേളയുടെ സ്പിരിറ്റ് ഓഫ് സിനിമ പുരസ്കാരം ഓൾ വി ഇമാജിൻ ആസ് ലൈറ്റിൻ്റെ സംവിധായിക പായൽ കപാഡിയയ്ക്കാണ്. അടുത്തത്: സംസ്ഥാന ചരിത്രത്തിൽ ആദ്യമായി PhD പ്രവേശനം നേടുന്ന ആദ്യ ട്രാൻസ്ജെൻഡർ എന്ന ചരിത്രമെഴുതിയത് ഋഷിത ഋതു. സംസ്ഥാന ചരിത്രത്തിൽ ആദ്യമായി PhD പ്രവേശനം നേടുന്ന ആദ്യ ട്രാൻസ്ജെൻഡർ. ഉത്തരം: ഋഷിത ഋതു. തോപ്പിൽ ഭാസി ഫൗണ്ടേഷൻ്റെ തോപ്പിൽ ഭാസി അവാർഡ് ആർക്കെന്ന് വെച്ചാൽ പെരുമ്പടം ശ്രീധരൻ. തോപ്പിൽ ഭാസി ഫൗണ്ടേഷൻ തോപ്പിൽ ഭാസി അവാർഡ് പെരുമ്പടം ശ്രീധരന്. ഇക്കൊല്ലത്തെ ഇന്ദിരാഗാന്ധി സമാധാന സമ്മാനം ചിലിയുടെ മുൻ പ്രസിഡന്റും മനുഷ്യാവകാശ പ്രവർത്തകയുമായ മിഷേൽ ബാച്ചിലെക്ക്. ഇന്ദിരാഗാന്ധി സമാധാന സമ്മാനം ചിലിയുടെ മുൻ പ്രസിഡന്റും മനുഷ്യാവകാശ പ്രവർത്തകനുമായ മിഷേൽ ബാച്ചിലെക്കാണ്. 5 ലക്ഷം രൂപയുടെ GD ബിർള അവാർഡ് ഫോർ സയന്റിഫിക് റിസർച്ച് പ്രൊഫസർ സുബി ജേക്കബ് ജോർജിന് അർഹനായി. വളരെ പ്രധാനപ്പെട്ട കറന്റ് അഫയേഴ്സ് ആണ് ഈ വീഡിയോയിൽ ഉൾക്കൊള്ളിച്ചിട്ടുള്ളത്. അടുത്തത്: ഇന്ത്യയുടെ ധോമരാജു ഗുഗേഷ് ലോക ചെസ് ചാമ്പ്യനാണ്. ചെസ് ലോക ചാമ്പ്യനാകുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ താരവും വിശ്വനാഥ് ആനന്ദിന് ശേഷം ലോക ചാമ്പ്യനാകുന്ന ആദ്യ ഇന്ത്യൻ താരവുമാണ് D ഗുഗേഷ്. വെരി ഇമ്പോർട്ടൻ്റ് ക്വസ്റ്റ്യനാണ്. ഇന്ത്യയുടെ ധോമരാജ് ഗുഗേഷ് ലോക ചെസ് ചാമ്പ്യനാണ്. ചെസ് ലോക ചാമ്പ്യനാകുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ താരവും വിശ്വനാഥ് ആനന്ദിന് ശേഷം ലോക ചാമ്പ്യനാകുന്ന ആദ്യ ഇന്ത്യൻ താരവുമാണ് D ഗുഗേഷ്. അടുത്തത്: ചെറുതുരുത്തി കഥകളി സ്കൂളിൻ്റെ P കുഞ്ഞിരാമൻ നായർ സ്മാരക കളിയച്ഛൻ പുരസ്കാരം MPS നമ്പൂതിരിക്കും MP സുരേന്ദ്രനും. ചെറുതുരുത്തി കഥകളി സ്കൂളിൻ്റെ P കുഞ്ഞിരാമൻ നായർ സ്മാരക കളിയച്ഛൻ പുരസ്കാരം MPS നമ്പൂതിരിക്കും MP സുരേന്ദ്രനും. അടുത്ത ചോദ്യം: 2034 ലോകകപ്പ് ഫുട്ബോളിന് സൗദി അറേബ്യ വേദിയാകും. 2034 ലോകകപ്പ് ഫുട്ബോളിന് സൗദി അറേബ്യ വേദിയാകും. ഒഡീഷയിലെ ഭാരതമുനി ഫൗണ്ടേഷൻ കലാരംഗത്തെ സമഗ്ര സംഭാവനയ്ക്കായി ഏർപ്പെടുത്തിയ ഭരതമുനി ദേശീയ പുരസ്കാരം സൂര്യ കൃഷ്ണമൂർത്തിക്ക്. ഭരതമുനി ദേശീയ പുരസ്കാരം ലഭിച്ചത് സൂര്യ കൃഷ്ണമൂർത്തിക്ക്.
2020 ക്രിക്കറ്റിൽ 28 പന്തിൽ സെഞ്ചുറി തികച്ച് ഇന്ത്യക്കാരൻ്റെ വേഗമേറിയ സെഞ്ചുറി എന്ന റെക്കോർഡ് സ്വന്തമാക്കിയത് ഉർവിൻ പട്ടേലും അഭിഷേക് ശർമ്മയാണ്. 2020 ക്രിക്കറ്റിൽ 28 പന്തിൽ സെഞ്ചുറി തികച്ച് ഇന്ത്യക്കാരൻ്റെ വേഗമേറിയ സെഞ്ചുറി എന്ന റെക്കോർഡ് സ്വന്തമാക്കിയത് ഉർവിൻ പട്ടേലും അഭിഷേക് ശർമ്മയുമാണ്. ICC അന്താരാഷ്ട്ര ക്രിക്കറ്റ് കൗൺസിലിൻ്റെ അധ്യക്ഷനായിട്ട് ഇന്ത്യയുടെ ജയ് ഷാ ചുമതലയേറ്റു. അന്താരാഷ്ട്ര ക്രിക്കറ്റ് കൗൺസിലിൻ്റെ ICC അധ്യക്ഷനായി ഇന്ത്യയുടെ ജയ് ഷാ ചുമതലയേറ്റു. ഈ വർഷത്തെ മികച്ച വനിതാ ടെന്നീസ് താരമായി ബെലറൂസിൻ്റെ ആര്യാന സബലെങ്കയെ തിരഞ്ഞെടുക്കപ്പെട്ടു. മികച്ച വനിതാ ടെന്നീസ് താരമായിട്ട് തിരഞ്ഞെടുത്തത് ആര്യാന സബലെങ്ക. ഉസ്ബെക്കിസ്ഥാനിൽ നടന്ന പ്രസിഡന്റ് കപ്പ് ചെസ് മലയാളി താരം നിഹാൽ സാരിന് കിരീടം ലഭിച്ചു. ഉസ്ബെക്കിസ്ഥാനിൽ നടന്ന പ്രസിഡന്റ് കപ്പ് ചെസ് മലയാളി താരം നിഹാൽ സാരിന് കിരീടം. റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ 26ാമത് ഗവർണറായി സഞ്ജയ് മൽഹോത്രയെ നിയമിച്ചു. റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ 26ാമത് ഗവർണറായി സഞ്ജയ് മൽഹോത്രയെ നിയമിച്ചു. മഹാരാഷ്ട്രയുടെ പുതിയ മുഖ്യമന്ത്രിയായി ദേവേന്ദ്ര ഫഡ്നാവിസ് സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റു. മഹാരാഷ്ട്രയുടെ പുതിയ മുഖ്യമന്ത്രിയായിട്ട് ദേവേന്ദ്ര ഫഡ്നാവിസ് സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റു. മഹാരാഷ്ട്രയുടെ പുതിയ മുഖ്യമന്ത്രി ദേവേന്ദ്ര ഫഡ്നാവിസ്. മുഹമ്മദ് അൽ ബഷീറിനെ സിറിയയുടെ ഇടക്കാല പ്രധാനമന്ത്രിയായി നിയമിച്ചു. മുഹമ്മദ് അൽ ബഷീറിനെ സിറിയയുടെ ഇടക്കാല പ്രധാനമന്ത്രിയായി നിയമിച്ചു. പരിസ്ഥിതി ശാസ്ത്രജ്ഞൻ മാധവ് ഗാഡ്ഗിലിന് ഐക്യരാഷ്ട്രസഭ പരിസ്ഥിതി പരിപാടിയുടെ ചാമ്പ്യൻസ് ഓഫ് എർത്ത് പുരസ്കാരം ലഭിച്ചത് ആർക്കാണെന്ന് ചോദിച്ചാൽ മാധവ് ഗാഡ്ഗിലിനാണ്. ചാമ്പ്യൻസ് ഓഫ് ദ എർത്ത് പുരസ്കാരം ലഭിച്ചത് മാധവ് ഗാഡ്ഗിൽ. ഗൂഗിൾ വികസിപ്പിച്ച പുതിയ അതിവേഗ കമ്പ്യൂട്ടർ ചിപ്പാണ് വില്ലോ. ഗൂഗിൾ വികസിപ്പിച്ച പുതിയ അതിവേഗ കമ്പ്യൂട്ടർ ചിപ്പ് വില്ലോ. ഗർഗ എന്നു പേരുള്ള കമിക്കാസി ഇനത്തിൽപ്പെട്ട അത്യാധുനിക ചാവേർ ഡ്രോൺ വികസിപ്പിച്ചത് ഇന്ത്യൻ സൈന്യമാണ്. ഏറ്റവും നൂതനമായ നിർമ്മിത ബുദ്ധി മാതൃക ജെമിനി 2.0 പുറത്തിറക്കി ഗൂഗിൾ. ജെമിനി 2.0 പുറത്തിറക്കിയത് ആര്? ഗൂഗിൾ. അടുത്തത് ഇമ്പോർട്ടൻ്റ് ആയത് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിൻ്റെ ടൈം മാസിക 2024 പേഴ്സൺ ഓഫ് ദ ഇയർ ആയി തിരഞ്ഞെടുക്കപ്പെട്ടു. പേഴ്സൺ ഓഫ് ദി ഇയർ ആയി തിരഞ്ഞെടുക്കപ്പെട്ട മാസിക ആരുടേതെന്ന് വെച്ചാൽ ഡൊണാൾഡ് ട്രംപ്. പിന്നെ അടുത്തത് കർണാടക മുൻ മുഖ്യമന്ത്രിയും മുൻ കേന്ദ്ര വിദേശകാര്യ മന്ത്രിയുമായ SM കൃഷ്ണ അന്തരിച്ചു. 2024 ഡിസംബറിൽ അന്തരിച്ച വ്യക്തികളാണ് കർണാടക മുൻ മുഖ്യമന്ത്രിയും മുൻ കേന്ദ്ര വിദേശകാര്യമന്ത്രിയുമായിരുന്ന SM കൃഷ്ണ അന്തരിച്ചു. നിരൂപകനും ചരിത്ര പണ്ഡിതനും അധ്യാപകനുമായ ചെമ്പൂക്കാവ് പ്രൊഫസർ MR ചന്ദ്രശേഖരൻ അന്തരിച്ചു. നിരൂപകനും ചരിത്ര പണ്ഡിതനും അധ്യാപകനുമായിരുന്നു ചെമ്പൂക്കാവ് പ്രൊഫസർ MR ചന്ദ്രശേഖർ അന്തരിച്ചു. പുതുച്ചേരി മുൻ മുഖ്യമന്ത്രി ADR രാമചന്ദ്രൻ അന്തരിച്ചു. വളരെ പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻസാണ് ഈ വീഡിയോയിൽ ഉൾക്കൊള്ളിച്ചിട്ടുള്ളത്. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. താങ്ക് യു.